നമസ്കാരം. തൻ്റെ ജീവിതം ഒരു വിജയഗാഥയാക്കി മാറ്റിയ ആളായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ കാണില്ല. 16 വയസ്സുവരെ അരിസ്റ്റോട്ടലിൻ്റെ പാദത്തിലിരുന്ന് പാഠങ്ങൾ പഠിച്ചവനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. 20ാമത്തെ വയസ്സിൽ അവിചാരിതമായി ഫിലിപ്പ് രണ്ടാമൻ എന്ന തൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഗ്രീസിൻ്റെ ഭരണാധികാരിയായി മാറിയ 20 വയസ്സുകാരനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ ജീവിതത്തിലെല്ലാം തന്നെ വിജയക്കൊടി പാറിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ കുതിരയുടെ പുറത്ത് രാജ്യങ്ങൾ കഴിഞ്ഞ് രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ അലക്സാണ്ടർ ഓരോ ദിവസവും യുദ്ധത്തിൽ വിജയങ്ങൾ മാത്രം കൈവരിച്ച് മുന്നേറുന്ന കാലം. BC 323 ഒരു ജൂൺ മാസത്തിൽ ഒരു ജലയാത്രക്കിടക്കിൽ വെച്ച് മലമ്പനിയും ടൈഫോയിഡും വന്ന് പെട്ടെന്ന് രോഗബാധിതനാകുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷഗ്വരന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിഷഗ്വരന്മാർ, ലോകത്തിലെ ഏറ്റവും വലിയവരായ ആതുരസേവകരെല്ലാം ചുറ്റിലും നിന്ന് നോക്കിയിട്ടും നിരാശയായിരുന്നു ഫലം. അദ്ദേഹത്തിന് തൻ്റെ അവസാന സമയം അടുക്കുമ്പോൾ നല്ല ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ പരിചാരകരെ അടുത്ത് വിളിച്ചിട്ട് അലക്സാണ്ടർ ചക്രവർത്തി 3 കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു. ഒന്നാമതായി പറഞ്ഞത്, താൻ മരിക്കുമ്പോൾ താൻ സമ്പാദിച്ച ഏറ്റവും വിലയുള്ള മുത്തുകളും പവിഴങ്ങളും മാണിക്യങ്ങളും എല്ലാം വഴിനീള വിതരണം. ആ വഴിയിൽ കൂടെ വേണം തൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുവാൻ. രണ്ടാമത് പറഞ്ഞു, എന്നെ ശുശ്രൂഷിച്ച ലോകപ്രശസ്തരായ ബിഷഗ്വരന്മാർ വേണം എൻ്റെ ശവമഞ്ചം ഏറ്റുവാൻ. അതിൻ്റെ തൊട്ടു പിന്നാലെ അവർക്ക് സഹായിയായി നിന്നവർ മരുന്നുകളുടെ കാലിക്കുപ്പികൾ അവരുടെ കൈകളിലേന്തി എൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ നടന്നു വരണം. മൂന്നാമതായിട്ട്, എൻ്റെ ശവമഞ്ചത്തിൽ വെച്ച് എൻ്റെ 2 കൈകളും, ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ ഓടി നടന്ന എൻ്റെ 2 കൈകളും ഈ ശവമഞ്ചത്തിൽ നിന്ന് പുറത്തേക്കിടണമെന്ന്. ഈ കാലഘട്ടവുമായി ഒരുപാട് സാദൃശ്യമുള്ള ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രാവർത്തികമാക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണം. ഒന്നാമതായി, നാം സമ്പാദിച്ച രത്നങ്ങളും പവിഴങ്ങളും നേട്ടങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഇട്ടിട്ട് പോകുന്നതാണ് മരണം എന്ന യാഥാർത്ഥ്യം. 2, ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ചില യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നമ്മൾ തന്നെ അത് ഫേസ് ചെയ്തേ മതിയാവൂ എന്ന നല്ല ഓർമ്മപ്പെടുത്തൽ. മൂന്നാമതായി, 2 കൈയും പുറത്തേക്ക് ഇട്ടിട്ട് പോകുന്ന ആ രാജാവിനെ പോലെ എന്തെല്ലാം ഭൂമിയിൽ സമ്പാദിച്ചാലും ഇട്ടിട്ട് പോകേണ്ട ഒരു ദിവസം വരും. ഈ ഭൂമിയിൽ സമ്പാദിക്കുന്നത് എൻ്റേതാണ്, എനിക്കാണ്, എനിക്ക് മാത്രമാണെന്നൊക്കെ വാശി പിടിച്ച് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണും. എന്നാൽ ഒരിക്കൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ദിവസത്തിൽ കൊണ്ടുപോകുവാൻ ഒന്നുമില്ലാതെ വെറും കൈയായിട്ട് കടന്നു വന്നവർ വെറും കൈയായിട്ട് തിരിച്ചു പോകണമെന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ആർക്കെങ്കിലും മുൻപിൽ ഒക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ, ആരോടെല്ലാം ഒന്ന് പൊരുത്തപ്പെടാൻ പറ്റുമെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടെ? ഒരിക്കൽ നമ്മളും ഇതുപോലെ നടന്നു നീങ്ങേണ്ടവരല്ലേ. നന്ദി, നമസ്കാരം.